നൂറയുടെയും ആദിലയുടെയും വീണെടുത്ത് കിടന്നുള്ള ഉരുളല് അതിപ്പോ അനുമോൾ അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഒരു കാര്യം പറഞ്ഞു, അതിനുള്ള മറുപടി അനുമോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ലൈവിൽ നടന്നെന്നുള്ളത് നമുക്കറിയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ അനീഷിന്റെ ആ ഒരു പ്രപ്പോസൽ സീനിന് ശേഷം അങ്ങോട്ട് എന്താ പറയാ, പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു പോയ പോലെ അനുമോൾ ആദിലെടുത്ത് നൂറെടുത്ത് ഭയങ്കര കമ്പനി. ഈ കമ്പനി സത്യം പറഞ്ഞാൽ റെപ്പറ്റീഷൻ ആണ്. അതായത് ഇപ്പോൾ ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പാച്ചപ്പ്, വീണ്ടും അടിയുണ്ടാക്കുന്നു, വീണ്ടും കുറെ ആയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, പിന്നെയും പിണങ്ങുന്നു. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. വീണ്ടും ഒരു പിണക്കത്തിലേക്കാണോ അതോ കൂടുതൽ സംസാരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഒരു നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ശരി, അനുമോളും ആദിലയും നൂറയും തമ്മിൽ ആ പഴയ കാര്യം പറഞ്ഞ് അങ്ങേയറ്റം വീണ്ടും ഒരു വഴക്ക് അവിടെ ഉണ്ടാവുകയാണ്. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നൂറ അന്ന് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, എന്ത് വൃത്തികേടായിരുന്നു നൂറ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നൂറയുടെയും ആദിലയുടെയും ഇടയിൽ വളരെ സീരിയസ് ആയിട്ട് അവർ രണ്ടുപേരും അത്ര ഓപ്പൺ ആയിട്ട് കാണിക്കാതെ രണ്ടെണ്ണവും മനസ്സിൽ വെച്ചേക്കുന്ന ഒരു കാര്യം അനുവിന്റെ ഫേമസും അനുവിന്റെ PR-ഉം ഒക്കെ കൊണ്ട് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മേ ബി ഈ പറയുന്ന നൂറയും ആദിലയും അത് കണ്ടിട്ട് അനുമോളുടെ കൂടെ കൂട്ടുകൂടി എന്ന് പറയുന്നില്ല, പക്ഷെ കൂടി വന്നപ്പോഴത്തേക്കും രണ്ടുപേരും ഈ പറയുന്ന ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു സീസണിൽ ഇപ്പോ ശൈത്യ, ബിൻസി, അനുമോള്, ആദില, നൂറ ഇവരൊക്കെ എന്ന് പറയുന്നത് ജിസേലിന് ഓപ്പോസിറ്റ് ആയിട്ട്, ജിസേല് മൊത്തം ഒരു ബോയ്സ് ടീമുമായിട്ടാണെങ്കിൽ ബാക്കി വന്നിട്ടുള്ള ബിന്നി ഉൾപ്പെടെ എല്ലാ ഗേൾസും ശരിക്കും പറഞ്ഞ റെനയെ ഞാൻ ഇതിനകത്ത് പെടുത്തുന്നില്ല, റെന ജിസേലിന്റെ കൂടെ തന്നെയായിരുന്നു തുടക്കം തൊട്ടേ. ബാക്കി എല്ലാ ഗേൾസും ഒരു കമ്പനി ഉണ്ടാക്കി എടുത്തിരുന്നു. പക്ഷെ അതിൽ ഈ പറയുന്ന ശൈത്യ, നൂറ, ആദില, അനുമോള് ഇവരുടെ ഇടയിൽ കുറച്ച് നല്ലൊരു സൗഹൃദം തുടക്കം തൊട്ടേ വന്നു. പിന്നെ ശൈത്യ മറുകണ്ഠം ചാടിയപ്പോൾ വീണുപോയി. ആ വീഴ്ച മേ ബി നൂറയ്ക്കും ആദിലയ്ക്കും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അനുവിന്റെ കൂടെ നല്ലൊരു സപ്പോർട്ട് പുറത്തുണ്ട് എന്ന്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അനുമോൾ എന്ന് പറയുന്നത് ഈ സീസണിലെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വന്ന ഒരാളാണ്. പിന്നെ നമ്മളൊന്നും ചിന്തിക്കുന്ന കണക്കല്ല, ഈ പറയുന്ന നൂറയ്ക്കും ആദിലയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ പക്വത ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നല്ല കണ്ണിങ് ആയിട്ട് കളിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ അവരതനുസരിച്ച് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ എന്നും പറഞ്ഞ് എല്ലായിടത്തും ഈ പറയുന്ന അനുമോളെ എടുത്ത് യൂസ് ചെയ്തു, അല്ലെങ്കിൽ അനുമോളെ എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നല്ല. പകരം ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അനുമോളുടെ തെറ്റുകൾ, അനുമോൾക്ക് നല്ലതുപോലെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ നൂറയും ആദിലയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത്, നൂറയും ആദിലയും ഈ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അക്ബറും ഷാനവാസും ഒക്കെ പറയുന്നത് പോലെയുള്ള ഒരു പറച്ചിലാണ്. അതായത് മറ്റുള്ളവരുടെ മുന്നിലേക്കും പ്രേക്ഷകരുടെ മുന്നിലേക്കും എല്ലാം അനുമോളെ ഒരു കുറ്റക്കാരിയാക്കി ഇട്ടുകൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നല്ലൊരു സുഹൃത്തായിരുന്നു എങ്കിൽ അനുമോളെ ആ ഒരു ബെഡ്റൂം സ്പേസിൽ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ബെഡിനകത്തോ അല്ലെങ്കിൽ ആ ഒരു ബാത്റൂം സ്പേസിലോട്ടൊന്ന് മാറി നിന്ന്, അനു നീ ഈ ചെയ്യുന്നത് ശരിയല്ല, നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, പ്രേക്ഷകർ എന്ത് ചിന്തിക്കുമെന്ന് നീ ഇവിടെ ചിന്തിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകർ എല്ലാവരും ഇതേ ഒപ്പീനിയൻ ഉള്ള ആളായിരിക്കണം എന്നില്ല, ഈ ഒരു ബിഗ് ബോസ് സീസണകത്ത്, ബിഗ് ബോസ് വീട്ടിനകത്ത് നീ കാണിക്കുന്നത് കുറച്ച് മോശമാണ് എന്ന് അനുമോള് കേൾക്കാൻ മാത്രം പറയുന്ന ഒരു ലെവലിലേക്ക് ആദിലയും നൂറയും വരണമായിരുന്നു. അങ്ങനെ ആദിലയും നൂറയും അനുമോളെടുത്ത് ചെയ്തിട്ടില്ല. ഒരു സുഹൃത്തിനോട് എന്നുള്ള രീതിയിൽ അവർ ഒരിക്കലും കുറ്റം ചൂണ്ടി കാണിച്ചിട്ടില്ല. പകരം എങ്ങനെയാണോ ശത്രുക്കൾ അനുമോളെടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആദിലയും നൂറയും അനുമോളെടുത്ത് ബിഹേവ് ചെയ്തത്. ഓക്കെ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ വളരെ റീസെന്റ് ആയിട്ട്, വളരെ ലാസ്റ്റ് ആയിട്ട് സംഭവിച്ച, അതായത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഈ അക്ബർ, ആര്യൻ, നെവിൻ എന്ന് പറയുന്നവരുടെ 3 പേരുടെയും ക്യാപ്റ്റൻസികൾ, ആ ക്യാപ്റ്റൻസി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കെതിരെ നൂറയും ആദിലയും തിരിഞ്ഞത് ഭയങ്കര ചീപ്പായി പോയി. അതിന് പ്രധാന കാരണം ആദില അടുക്കളയിൽ ഒരു പണിയെടുക്കാതെ ഈ പറയുന്ന അനുമോളെ കുറ്റം പറയാനും അനുമോൾക്കെതിരെ നൂറയ്ക്കൊപ്പം നിന്ന് ചാടാനും നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ വഴക്കിന്റെ ഇടയിൽ നൂറ പറഞ്ഞ കുറച്ച് വാക്കുകൾ, അതായത് നീയും ഇവിടെ PR എടുത്തിട്ടല്ലേ നീ ഇവിടം വരെ നിന്നേ എന്ന് നൂറ അത് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് അനുമോൾക്ക് കൊള്ളും. കാരണം അനുമോളുടെ ശത്രുക്കൾ ഇവിടെ വന്ന് പറഞ്ഞ് അനുമോൾക്ക് നല്ല പണി കൊടുത്ത കാര്യമാണ്. പിന്നെ ഈ PR എന്ന് പറയുന്നതും 16 ലക്ഷത്തിന്റെ PR അനുമോൾ എടുത്തു എന്ന് പറയുന്നതും ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് എല്ലാവരും അറിയുന്നത്, ബിന്നി വഴി. എന്നാൽ ആ ദിവസം പോലും ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ നൂറ സഹിതം അനുമോൾക്കെതിരെ പറഞ്ഞു. അവിടെയും കുറച്ചെങ്കിലും മയത്തിൽ പെരുമാറിയത് അവിടെ നമ്മുടെ ആദില മാത്രമാണ്. ആദില അനുമോളുടെ PR-ന്റെ പറഞ്ഞതേയില്ല. എന്നാൽ
നൂറ വന്ന് സംസാരിച്ചത് ഇങ്ങനെയാണ്, അനുമോളുടെ PR ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതല്ലാതെ എന്ന് പറഞ്ഞിട്ടാണ് ആ നൂറ പോലും അവിടെ സംസാരിച്ചത്. അപ്പൊ പോലും ഈ പറയുന്ന അനുമോള് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച്, നൂറ നീ എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത്, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് വേണമെങ്കിൽ അനുമോൾക്ക് ചോദിക്കാമായിരുന്നു. അനുമോൾ അത് ചോദിച്ചിട്ടുമില്ല, അതിന്റെ പേരിൽ പിണങ്ങിയിട്ടുമില്ല. എന്നാൽ വളരെ റീസെന്റ് ആയിട്ട് എല്ലാവരും തന്നെ ഈ പേര് പറഞ്ഞ് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ട് ആ അവസ്ഥയിൽ എല്ലാവരും കുത്തി കുത്തി നോവിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം PR. അത് ബിഗ് ബോസ് അകത്തും ബിഗ് ബോസിന് പുറത്തും അനുമോളുടെ പേരിൽ ഏറ്റവും കൂടുതൽ വരുന്ന പഴി അതാണ്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് നേരെ നൂറ ഇത് പറയുമ്പോൾ അനുമോൾ തിരിച്ചുറപ്പായിട്ടും പറയാം. കാരണം അനുമോളുടെ ചെവിയിലേക്ക് ഇത് കൊണ്ടുപോയി ഇട്ടത് ഷാനവാസ് ആണ്. കഴിഞ്ഞ ആഴ്ച ഷാനവാസ് ആണ് പറഞ്ഞത്, ഈ പറയുന്ന ആദിലയും നൂറയും ഒക്കെ നമ്മുടെ എന്ത് കണ്ടിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ന് ഷാനവാസ് ആണ് ഇട്ടുകൊടുത്തത്. എന്നിട്ട് ആ ഷാനവാസ് ഈ ആഴ്ച ആദിലയ്ക്കും നൂറയ്ക്കും ഒപ്പം പോയി ഇരുന്നിട്ട് അനുമോളെ കുറിച്ച് വീണ്ടും വേറൊരു കുറ്റം പറഞ്ഞു കൊടുത്ത്, അങ്ങനെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്ഥിതിക്ക് അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആദിലയും നൂറയും ആ ഓൺ ദ സ്പോട്ട് നൂറ ആ വാക്ക് പറഞ്ഞപ്പോൾ, നീ PR കൊണ്ടല്ലേ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ അനുമോൾക്ക് പറയാനുള്ള വോയിസ് ഉണ്ട്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നത് അത് കണ്ടിട്ടല്ലേ എന്ന് ചോദിക്കാം. വളരെ യൂഷ്വൽ ആയിട്ട് ചോദിച്ചൊരു കാര്യം. ആ കാര്യം ഇന്നിപ്പോൾ ലൈവിനകത്ത് വളരെ നല്ല രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കിടന്ന് ബബ്ബ അടിക്കുന്ന നൂറയെ നമുക്ക് കാണാം. പക്ഷെ നൂറ പറയുന്നത് ഞാൻ വെറുതെ നിന്നെ കുത്താൻ പറഞ്ഞതാണ്, വെറുതെ കുത്താൻ പറയുന്നതാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോഴത്തേക്ക് അനുമോള് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പറഞ്ഞത് നിങ്ങളെ നോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യം, അന്ന് നടന്ന പ്രശ്നം എല്ലാം അനുമോളുടെ സ്റ്റേറ്റ് അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ചെയ്തത് എന്തുകൊണ്ടും നന്നായി. പക്ഷെ എന്നിട്ട് പോലും ഈ പറയുന്ന ആദിലയും നൂറയും എന്തിനാണ് അവിടെ ദേഷ്യപ്പെട്ടത്? ഈ നൂറ പറയുന്ന കണക്ക് നൂറയുടെ ക്യാപ്റ്റൻസി കുളവാക്കാൻ അനുമോൾ ശ്രമിച്ചു എന്ന് കരുതിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയല്ലല്ലോ അത് ഡീൽ ചെയ്യേണ്ടത്. അതൊരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന നൂറ തന്നെയല്ലേ? നേരെ മറിച്ച് എല്ലാവരും ആ നിൽക്ക്, ഈ സമയം ഞാൻ വിളമ്പിക്കൊടുക്കാം, അല്ലെങ്കിൽ അനുമോളാണ് ഫുഡ് ഉണ്ടാക്കിയത്, അനുമോൾ എന്തായാലും ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ വിളമ്പിക്കൊടുക്കാം എന്നൊന്നും നൂറ പറഞ്ഞില്ലല്ലോ. നൂറ അന്നേരവും കണ്ടിന്യൂസ്ലി അനുമോൾ മാറി നിൽക്കുക, അനുമോൾ എന്തിനാണ് കിച്ചണിൽ കയറുന്നത്? അനുമോളാണ് അവിടെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിയത്. സാബുമാൻ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലും സാബുമാൻ അവിടെ എന്ത് ചെയ്തു? പിന്നെ ആദിലയോടുള്ള സോഫ്റ്റ് കോർണറും ആദില തന്റെ പാർട്ട്ണർ ആണെന്നും എന്നതുകൊണ്ട് മാത്രമാണ് നൂറ അവിടെ ഈ പറയുന്ന ആദിലയെ സപ്പോർട്ട് ചെയ്ത് അനുമോളെ കുറ്റം പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച അനുമോളുടെ ഭാഗത്ത് തെറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാൻ അനുമോളായിട്ട് തന്നെ ഒരു തെറ്റുണ്ടാകേണ്ട സമയത്ത് പോലും ആ ഒരു തെറ്റ് ഈ പറയുന്ന ആദിലെ നൂറയെ കൂടെ ഏറ്റെടുത്ത് അതോടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന അക്ബർ, നെവിൻ ഇവർ തമ്മിലൊന്ന് തെറ്റുന്നത് കാണാൻ കാത്തിരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതൊരു ആഘോഷമായി മാറി ബിഗ് ബോസ് വീട്ടിനകത്ത്. ഏതായാലും ഇപ്പൊ അവര് തുറന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ടുണ്ട്. ഇനി അവർ മിണ്ടുമോ, ഇനി അവർ പിണങ്ങിയിരിക്കുകയേ ഉള്ളോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം. സോ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.